ഇതാടി നീ ഇത്ര ചിരിച്ചിട്ടൊക്കെ കയറി വരുന്നേ? ഒന്നും പറയണ്ടമ്മേ, വിമലേട്ടനെ ഓരോ തമാശ പറഞ്ഞിട്ട് ഞാനങ്ങ് ചിരിച്ചു നിന്ന് പോയതാ. ഇന്നൊരു ഫണ്ണിയാ പുള്ളി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാഹുലിൻ്റെ ഓരോ ഫ്രണ്ട്സ് കയറി വരുമ്പോൾ അവിടെ വായ പൊളിച്ച് പോയി നിൽക്കരുതെന്ന്. നിനക്കൊരു ബോധമില്ല കൊച്ചേ? അതിനിപ്പോൾ എന്താമേ, അവരൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അല്ലേ? എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂട്ട് തന്നെയാണ് അവരെല്ലാവരും. അപ്പോൾ അവരോടൊപ്പം സംസാരിക്കണതിപ്പോൾ എന്താ? എടി 20 വയസ്സായി നിനക്ക്, ചെറിയ ഉള്ള കൊച്ചൊന്നും അല്ല നീ. എടി അവൻ്റെ ഫ്രണ്ട്സ് ഒരുവിധം നല്ല പിള്ളേരൊക്കെ തന്നെ, എനിക്ക് അറിയാവുന്നവരൊക്കെ നല്ല പിള്ളേർ തന്നെയാണ്. പക്ഷേ ഏതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ അവിടെ പോയിട്ട് ഈ വിളിച്ചോണ്ട് കൊഞ്ചോണ്ട് നിൽക്കിട്ടുള്ള വർത്താനം നീ വേണ്ട കേട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അമ്മ ഇത് ഏത് കാലത്ത് ജീവിക്കണമെന്ന് നല്ല ബോധമുണ്ടോ? എൻ്റെ മോളെ, എനിക്ക് ആവശ്യത്തിന് ബോധവും ഇവരൊക്കെ നല്ലോണം ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നീ ഒരു പെൺകുട്ടിയാണ്, അതിനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. ഈ അന്യപുരുഷന്മാരുടെ അടുത്ത് ഒത്തിരി അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞിട്ടുള്ള സംസാരവും ചിരിയും കളിയും ഒന്നും വേണ്ട കേട്ടോ. അതൊക്കെ നീ വീടിനുള്ളിൽ മാത്രം മതി. ചിരിയും കളിയൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അല്ല, നീ ഈ വേഷം ഇട്ടുകൊണ്ടാണ് അവിടെ പോയി ഇത് വർത്താനം പറഞ്ഞിടുന്നേ? ഈ വേഷത്തിന് ഇപ്പം എന്താ പ്രശ്നം? നല്ല ഡ്രസ്സല്ലേ? നിന്നെ കൊണ്ട് നിൻ്റെ അടുത്തൊന്നും നാവ് കൊണ്ടല്ല വർത്താനം പറയേണ്ടത്, കൈ കൊണ്ട് ഒരെണ്ണം തന്നിട്ടാണ് സംസാരിക്കേണ്ടത്. നീ നിന്റെ പ്രായം മറന്നിട്ടുള്ള നിനക്കൊരു ബോധമില്ലേ പെങ്കൊച്ചേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഒരു ഷോൾ അങ്ങനെ എടുത്തിട്ട് നിന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ മേലായിരുന്നോ? എൻ്റെ അമ്മ, ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. അമ്മ വെറുതെ തല പോയിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിനനുസരിച്ച് തുണിയിട്ടിട്ട് വേണം നടക്കാൻ. നീ വീടിനുള്ളിലെ പോലെ അല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്കൊരു ബോധമില്ലേ? ഇനി മേലെ പണി കാണിച്ചാട്ടല്ലോ. ഓണം കിട്ടുമോ?